LDFിന്റെ വികസന തുടർച്ചയ്ക്കുള്ള വിജയ പതാക പാറിക്കുമെന്ന പ്രഖ്യാപനമായി LDF നിലമ്പൂർ അസംബ്ലി മണ്ഡലം കൺവെൻഷൻ. മുൻ മന്ത്രിയും മുൻ MP-യുമായ മുതിർന്ന CPIM നേതാവ് TK ഹംസ ഉദ്ഘാടനം ചെയ്തു. 10 കൊല്ലമായി നീണ്ടുനിൽക്കുന്നു. കേരളത്തിൽ ആദ്യമാണ് 5 കൊല്ലം ഭരിച്ചവർ വീണ്ടും 5 കൊല്ലം വരുന്നത്. അതും 74 സീറ്റ് ഉണ്ടായിരുന്ന ഇടതുപക്ഷ മുന്നണി 5 കൊല്ലം കഴിഞ്ഞപ്പോൾ 90 സീറ്റായി. ഇനി 5 കൊല്ലം കൂടി കഴിഞ്ഞിട്ട് 15ാം കൊല്ലത്തേക്ക് വരികയാണ്. ആ 90 സീറ്റുള്ള 105 സീറ്റായി മാറും. യാതൊരു സംശയം നിങ്ങൾക്ക് വേണ്ട. എന്താണ് കാരണം? നമ്മൾ അത്ഭുതകരമായ മാറ്റം ഈ സംസ്ഥാനത്ത് ഉണ്ടാക്കിയിട്ടില്ലേ? ഇത് ബുദ്ധിയുള്ളവർ ശാന്തമായി ആലോചിക്കുമ്പോൾ മനസ്സിലാവുമല്ലോ. കഴിഞ്ഞ 10 കൊല്ലത്തിനിടയ്ക്ക് ഏതെങ്കിലും ഒരു ദിവസം ആ രാത്രി 7 മണി മുതൽ 9 മണിന്റെ ഇടയിൽ 1 മണിക്കൂർ കറണ്ട് പോകില്ല, പവർ കട്ട്. ഈ 10 കൊല്ലത്തിനിടയ്ക്ക് ഒരു ദിവസം പവർ കട്ട് ഉണ്ടായോ? CPI ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം PM ബഷീർ അധ്യക്ഷനായി. CPIM സംസ്ഥാന കമ്മിറ്റി അംഗം PK സൈനബ, CPIM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം B മുഹമ്മദ് റസാഖ്, ജനാധിപത്യ കേരള കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് MA വിറ്റാജ്, NCPS ബ്ലോക്ക് പ്രസിഡന്റ് പരതൻ നൌഷാദ്, ജോർജ് തോമസ്, സ്കറിയാക്കന തോപ്പിൽ, പറാട്ടി കുഞ്ഞാൻ, K രാജ്മോഹൻ, ആലിസ് മാത്യു, CPIM ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ E പത്മാക്ഷൻ, T രവീന്ദ്രൻ, K മോഹനൻ, P ഷബീർ, PV ഹംസ എന്നിവർ സംസാരിച്ചു. LDF സ്ഥാനാർത്ഥി U ഷറഫ് അലി വോട്ട് അഭ്യർത്ഥിച്ചു. തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് 1001 അംഗ LDF മണ്ഡലം കമ്മിറ്റിയെ തിരഞ്ഞെടുത്തു. PM ബഷീർ ചെയർമാനും B മുഹമ്മദ് റസാഖ് ജനറൽ കൺവീനറും E പത്മാക്ഷൻ ട്രഷററുമായ കമ്മിറ്റിയാണ് തെരഞ്ഞെടുത്തത്. SS Gold, Pure Gold. SS Group, നിലമ്പൂർ.